ഹായ് ഓൾ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മലായി റെസിപ്പിയാണ്. പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ട ഉടനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കിലൊന്ന് നെക്കി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും മലായി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ പൊടിയോ അതോ മൈദയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. ഇനി അതിലോട്ട് വീട്ടിൽ തന്നെ നമ്മുടെ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ഇട്ടോട്ടോ. നമ്മൾ അതിലോട്ട് മുളക് പൊടി ഒന്നും ചേർക്കാത്ത കൊണ്ടിട്ട് ഇത്തിരി കൂടുതലും കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചെടുക്കുക. ചിക്കനിൽ നല്ലപോലെ ആകുന്ന വിധത്തിൽ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് മസാലയൊക്കെ ശരിക്കും പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തു വെക്കും. അപ്പോൾ അത് ഞാൻ പുരട്ടുവാണ്. അങ്ങനെ ഞാൻ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചതാണേ. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് എല്ലാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണയിൽ ഇങ്ങനെ മുങ്ങിപ്പൊരിയണ്ട, നമ്മളിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അങ്ങനെ എല്ലാ ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനെ മറിച്ചിട്ട് കൊടുക്കുവാണേ. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഓവറായിട്ട് മുരിഞ്ഞു നോക്കണ്ട, ഒന്നിങ്ങനെ ഒരത്യാവശ്യം മുരിഞ്ഞു വന്നാൽ മതി കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് ഇത് കോരി എടുക്കുകയും വേണം. നല്ല മണം വരുന്നുണ്ടേ.
അങ്ങനെ ഞാനെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് ഈ ഒരു രീതിയിൽ ചിക്കൻ ഒന്നിങ്ങനെ വെന്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാകുമ്പോൾ തന്നെ ഇതെല്ലാം കോരിയെടുക്കണം. അങ്ങനെ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണവേ. ഇതിട്ട് കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. കൈ വിടാതെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മുപ്പിച്ചെടുക്കുക. ഞാൻ ആ മിക്സിയുടെ ജാറ് കുറച്ചിങ്ങനെ കുലുക്കിയിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അത് അടച്ചു വെക്കുവാണേ. ഒരു 10 മിനിറ്റോളം നല്ലപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ ഇത് തിളക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എരിവ് നോക്കിയപ്പോൾ കുറവായിരുന്നേ. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ ഇടയ്ക്ക് 1 ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഇനി അടച്ചു വെക്കുക. നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട്
ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിയും കൂടി കൂട്ടി അരച്ചെടുത്തതാണ്. കശുവണ്ടി കുറച്ച് നേരം കുതിരാൻ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയില്ല. കശുവണ്ടിയും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കൂടി കൂട്ടി നല്ലപോലെ പേസ്റ്റ് പോലെ അടിച്ചെടുത്തതാണ്. അതും അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമിൻ്റെ അത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ അത് ചൂടാക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മേലെ 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കുക. ആവശ്യത്തിന് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മലായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കണേ, അടിപൊളിയാണ്. ചപ്പാത്തീൻ്റെ ഒപ്പം അതുപോലെ തന്നെ നെയ്ച്ചോറ്, പൊറോട്ട, അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി അടിപൊളി ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.